Welcome to Blessing Today Morning Glory. Blessing Today Morning Gloryയിലേക്ക് സ്വാഗതം. This week we are having an exciting study on the baptism of the Holy Spirit. Not only baptism of the Holy Spirit, different supernatural experiences from the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അസാധാരണ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ഈ ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 days we have been thinking about the baptism of the Holy Spirit, different aspects of it. 1-2 ദിവസം കൂടെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് പറയുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. Hallelujah. Hallelujah. We are going to pray for the sponsors now. ഈ സമയത്ത് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ ചെങ്ങന്നൂരിൽ നിന്ന് നാൻസി വർഗീസ് ആണ്. Thank you so much, Nancy. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സ്വന്തമായിട്ടുള്ള ഒരു ഭവനവും ജോലിയും ലഭിക്കുവാൻ. അതുപോലെ സഹോദരൻ സന്ദീപ് മാനസാന്തരത്തിലൂടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ സ്പോൺസർ അടൂരിൽ നിന്ന് ഗോപികയാണ്. ഇന്ന് ഗോപികയുടെ 10ാമത്തെ വിവാഹ വാർഷികമാണ്. Oh, wonderful. Happy anniversary, Gopika. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ ഭർത്താവും കുടുംബാംഗങ്ങളും രക്ഷിക്കപ്പെടുവാൻ, അതോടൊപ്പം കടഭാരങ്ങളെല്ലാം മാറിപ്പോകുവാൻ തക്കവിധം സ്വർഗത്തിലെ കർത്താവെ അങ്ങ് വഴികൾ തുറന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much today's sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. And I request you also to be a part of the ministry of the Lord Jesus. കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷകൾക്കായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനെയും അതിന്റെ ഭാഗമായി തീരുവാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. You can save the details shown on the screen so that you can be a partner or a sponsor in the days to come. വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഈ ശുശ്രൂഷയുടെ പങ്കാളികളായിട്ട് സ്പോൺസേഴ്സ് ആയിട്ടൊക്കെ മാറുവാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന ഈ അഡ്രസ്സുകൾ we are going to sing to the Lord. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാട്ടുപാടി സ്തുതിക്കാം. ആമേൻ. സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ, സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ ദായകനേ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ, പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, ധീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും, അവൻ എൻ്റെ രക്ഷയും എൻ ആശ്രയം, അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും, അവൻ എൻ്റെ രക്ഷയും എൻ ആശ്രയം, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവൻ എൻ്റെ ഉപനിധിയേ, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവൻ എൻ്റെ ഉപനിധിയേ, പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ.
Praise God. Yesterday, we were discussing on different aspects of the Holy Spirit baptism. കഴിഞ്ഞില്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെക്കുറിച്ചുള്ള വിവിധ വശങ്ങളെക്കുറിച്ചായിരുന്നു. It is not like water baptism where we go down into the water. ഇത് ജലസ്നാനം അല്ലെങ്കിൽ നാം ഇറങ്ങി മുങ്ങുന്ന ജലസ്നാനമല്ല. Instead, it is like standing under a waterfall. പകരം ഇത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ കീഴെ നിൽക്കുന്നതിനോട് തുല്യമാണ്. In both cases, we are immersed. രണ്ട് കാര്യത്തിലും നാം മുങ്ങുകയാണ്. But the Spirit of God is coming from above. എന്നാൽ ആത്മാവ് വരുന്നത് മുകളിൽ നിന്നാണ്. He goes into our spirits. നമ്മുടെ ആത്മാവിലേക്ക് അവൻ വരുന്നു. And he overflows into our life. നമ്മുടെ ജീവിതത്തെ ആകമാനം അത് നിറച്ച് And it can even flow to other people. കവിഞ്ഞൊഴുകി മറ്റുള്ളവരിലേക്ക് ആ ഒഴുക്ക് ചെന്നെത്തുന്നു. Hallelujah. ഹല്ലേലൂയ. And when he overflows, we also speak in tongues. നാം ഇത്തരത്തിൽ അത് നമ്മളിൽ നിന്ന് ഓവർഫ്ലോ അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുമ്പോൾ നാം അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും. Tongue is the most difficult part in our body to be controlled. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ശരീരത്തിന്റെ അവയവമാണ് നാവ് എന്നുള്ളത്. And that is the one organ the Holy Spirit takes control. ആ ഒരു നാവിന്റെ മേലുള്ള അധികാരമാണ് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നത്. And through that he can take the full control of our life. അതിലൂടെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അധികാരവും അവൻ ഏറ്റെടുക്കുകയാണ്. There is a misunderstanding here. എന്നാൽ ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. Sometimes people wait for the baptism of the Holy Spirit for many years. ചില ആളുകൾ ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് വേണ്ടി അനേക വർഷങ്ങൾ കാത്തിരിക്കുന്നു. Of course, in the first century believers, they waited for 10 days. നിശ്ചയമായിട്ടും ആദ്യ നൂറ്റാണ്ടിലെ ആളുകൾ അവർ 10 ദിവസമാണ് കാത്തിരുന്നത്. After his coming, now today we don't need to wait for him. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആദ്യ വരവിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് അവന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. He is already here. അവനിപ്പോൾ തന്നെ ഇവിടെയുണ്ട്. He is waiting for us. അവനാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. And we have to open our spirits. നമ്മുടെ ആത്മാക്കളെ നാം അവനായി തുറക്കേണ്ടിയിരിക്കുന്നു. We have to receive him by faith. വിശ്വാസത്താൽ നാം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. Now, when he comes into our lives, അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ he will give us utterances. അവൻ ചില പ്രത്യേക വാക്കുകൾ നമുക്ക് നൽകുന്നു. And it is our duty to speak it out. അതിനെ തുറന്ന് പുറത്തേക്ക് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. Remember, the Holy Spirit will not speak. The speaking belongs to us. His duty is to give us utterance. According to the utterance, it is our duty to speak it out. ഓർക്കുക, പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മിലേക്ക് വന്ന് നമ്മിൽ നിന്ന് അവൻ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നാം ആണ് വാക്കുകൾ എടുത്ത് ഉച്ചരിച്ച് സംസാരിക്കുന്നത്. And this is clearly stated in Acts of the Apostles chapter 2 verse number 4. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. They started to speak in tongues, different languages, as the Holy Spirit gave them utterance. പരിശുദ്ധാത്മാവ് നൽകിയതുപോലെ അവർ ഓരോരുത്തരും വിവിധ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. It was the Holy Spirit who gave them utterance. പരിശുദ്ധാത്മാവായിരുന്നു ആ വാക്കുകൾ അവർക്ക് നൽകിയത്. But it was them who spoke. എന്നാൽ സംസാരിച്ചത് അവരായിരുന്നു. Now we are going to 2 Corinthians chapter 1. ഇനി ഇപ്പോൾ നമ്മൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Verses 21 and 22. അതിന്റെ 21-22 വചനങ്ങൾ. Now it is God who makes both us and you stand firm in Christ. He anointed us, set his seal of ownership on us, and put his spirit in our hearts as a deposit, guaranteeing what is to come. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. So when we receive the Holy Spirit, two things happen. പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. Number 1, his seal of ownership comes upon us. ഒന്നാമതായിട്ട് അവന്റെ ഉടമസ്ഥതയുടെ മുദ്ര നമ്മുടെ മേലിട്ടിരിക്കുന്നു. And secondly, the Holy Spirit is given to us as a deposit. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അച്ചാരമായിട്ടാണ്. Hallelujah. Hallelujah. What is a seal? എന്താണ് മുദ്ര? You remember the olden days when a seal is put
and an inscription is put upon it. നിങ്ങൾക്കറിയാം പഴയ കാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒരു മുദ്രണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ പതിപ്പിച്ചു വെക്കും. Hallelujah. Hallelujah. And there will be an emblem or an inscription in that seal. ആ ഒരു മുദ്രയിൽ ഒരു പ്രത്യേക എംബ്ലമോ അതിലുള്ള ചില മേലെഴുത്തുകളോ അതിലുണ്ടായിരിക്കും. And when we read that seal, it says which this thing belongs to. ആ സീല് കാണുമ്പോൾ, മുദ്ര കാണുമ്പോൾ തന്നെ അത് ആരുടെ വകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. And not only that, a seal is never hidden or secret. It is public. Everyone can see that seal. ഓർക്കുക, ഒരു സീൽ എന്ന് പറയുന്നത് അതൊരിക്കലും മറച്ചു വെക്കുന്ന ഒന്നല്ല, അത് പരസ്യമായിട്ടുള്ളതാണ്, എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ്. In other words, the Holy Spirit is a public seal. മറ്റൊരു തരത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവ് ഒരു പരസ്യമായ മുദ്രയാണ്. All can see it. എല്ലാവർക്കും കാണാൻ And സാധിക്കും. all will understand whom we belong to. അത് മാത്രമല്ല, നാം ആരുടേതാണ് എന്നുള്ളത് മറ്റുള്ളവരെല്ലാവരും മനസ്സിലാക്കും. Somewhat same thing is mentioned in Ephesians. ഇതുപോലുള്ള ഒന്ന് തന്നെയാണ് എഫേഷ്യൻസിൽ പറയുന്നത്. Chapter 1, അതിന്റെ 1-ാം അധ്യായം 13 and 14. അതിന്റെ 13-14 വചനങ്ങൾ. It says, and you also were included in Christ when you heard the message of truth, the gospel of our salvation. When you believed, you were marked in him with a seal, the promised Holy Spirit, who is a deposit guaranteeing our inheritance until the redemption of those who are God's possession to the praise of his glory. അവനും നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. So here also seal comes and deposit comes. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മുദ്രയെ കാണുന്നുണ്ട്, അപ്പോൾ തന്നെ അച്ചാരത്തെയും കാണുന്നുണ്ട്. The seal of the Holy Spirit shows who we belong to. ഇവിടുത്തെ ഈ ഒരു മുദ്ര നാം ആരുടെ ഉടമസ്ഥതയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് വെളിപ്പെടുത്തുന്നത്. And the deposit or a guarantee or the advance shows something else is coming. This is only a small advance given. എന്നാൽ ഈ അച്ചാരം എന്ന് പറയുന്നത്, ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് വരുവാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന അഡ്വാൻസ് എന്നുള്ളതാണ്. അവിടെ അതിനെ വെളിവാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു വാക്ക്. Today, Jesus has given us Holy Spirit as an advance. ഇന്ന് യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ ഒരു അഡ്വാൻസ് ആയിട്ട്, അച്ചാരമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു. One day he's going to come back. ഒരു ദിവസം അവൻ മടങ്ങി വരും. This is only advance. ഇതിപ്പോൾ അഡ്വാൻസ് മാത്രമേ ആയുള്ളൂ. More things are on the way. വലിയ വലിയ കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്. And when he comes, he will fully possess us and he will fully take us from here. അവന്റെ സ്വത്തായ നമ്മളെ ഓരോരുത്തരെയും ഒരു ദിവസം മടങ്ങി വരുമ്പോൾ അവൻ എടുത്തുകൊണ്ട് പോകും. Hallelujah. Hallelujah. Now let's go to chapter 4 of the book of Ephesians. ഇനി എഫേസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. Verses 3 to 6. അതിന്റെ 3 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. Make every effort to keep the unity of the Spirit through the bond of peace. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. There is one body and one Spirit, just as you were called to one hope when you were called, one Lord, one faith, one baptism, one God and Father of all, who is over all and through all and in all. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. Paul is mentioning different aspects or different factors and elements which make us one with the Lord. കർത്താവിൽ നാം ഒന്നായിരിക്കേണ്ട വ്യത്യസ്തമായ വസ്തുതകൾ, വ്യത്യസ്തമായ ഘടകങ്ങൾ, വ്യത്യസ്തമായ കാര്യാദികളെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. And he is mentioning the unity of the Spirit. അത് മാത്രമല്ല, അവിടെ നമുക്ക് ആത്മാവിന്റെ ഐക്യതയെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നു. And he speaks about one baptism. അവിടെ അദ്ദേഹം പറയുന്നത് സ്നാനം ഒന്ന് എന്നുള്ളതാണ്. Whether it is water baptism or Holy Spirit baptism, it is to
bring a unity in the church. അത് ജലസ്നാനമാണെങ്കിലും പരിശുദ്ധാത്മ സ്നാനമാണെങ്കിലും അത് സഭയിൽ ഐക്യതയ്ക്കുള്ള ഒരു ഘടകമാണ് എന്ന് പൗലോസ് പറയുന്നു. Hallelujah. ഹല്ലേലൂയ. So the Holy Spirit baptism is to make us all one in Christ. പരിശുദ്ധാത്മാവിന്റെ സ്നാനം ക്രിസ്തുവിൽ നമ്മെ എല്ലാവരെയും ഒന്നാക്കി തീർക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So when different ethnic groups, different people, different nationalities, when they receive the same Holy Spirit all over the world, we have a universal body of Christ. We are all one in Christ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, വിവിധ ഭാഷക്കാരായിട്ടുള്ളവർ, വിവിധ സംസ്കാരത്തിനായിട്ടുള്ള ആളുകൾ, അവർ എല്ലാവരും ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു സാർവത്രിക സഭ എന്ന പേരിലേക്ക് നമ്മുടെ സഭ മാറുകയാണ്. Hallelujah. ഹല്ലേലൂയ. One Father, one Lord, one Spirit. Amen. We are all one. ഒരു പിതാവ്, ഒരു കർത്താവ്, ഒരു ആത്മാവ്, അവനിൽ നാം എല്ലാവരും ഒന്നായിരിക്കുന്നു. This is done by the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിലാണ് സംഭവിച്ചിരിക്കുന്നത്. All the Afros, the Africans, when they receive the Holy Spirit, and all the Indians when they receive the Holy Spirit, because the Holy Spirit is the same Spirit, we are all one body in Christ. Amen. എല്ലാ ആഫ്രിക്കക്കാരും എല്ലാ ഇന്ത്യക്കാരും അവർ പ്രാപിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. ഈ എല്ലാവരിലും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഒന്നാക്കി തീർത്തിരിക്കുന്നു. Somebody shout hallelujah. ശബ്ദം ഉയർത്തിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. What a work of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ എത്ര മനോഹരമായ പ്രവർത്തനങ്ങളാണ്. So in the last days he is pouring out his spirit upon all flesh. അന്ത്യകാലത്ത് തന്റെ ആത്മാവിനെ അവൻ സകല ജഡത്തിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. Luke chapter 11 and verse number 13. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വചനം. If you then, though you are evil, know how to give good gifts to your children, how much more will your Father in heaven give the Holy Spirit to those who ask him? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. Hallelujah. We have to ask the Father for the Holy Spirit. നാം പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ പിതാവിനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. And when we ask, he will give us without any measure. നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ അളവ് കൂടാതെ അവൻ നമുക്ക് നൽകി തരും. Hallelujah. Hallelujah. So the first supernatural experience is salvation. അതുകൊണ്ട് ആദ്യത്തെ അസാധാരണമായ അനുഭവം എന്ന് പറയുന്നത് രക്ഷാ അനുഭവമാണ്. The second one is baptism of the Holy Spirit. രണ്ടാമത്തേത് പരിശുദ്ധാത്മ സ്നാനമാണ്. The third one is being filled in the Spirit. അടുത്തത് മൂന്നാമത്തേതാണ് പരിശുദ്ധാത്മ നിറവ്, ആത്മാവിനാൽ നിറയപ്പെടുന്നത്. I'm going to give you a few verses. ഞാൻ അതിനുവേണ്ടി 1-2 വചനങ്ങൾ നൽകാം. Quickly you can write down. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. Luke 1:15. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15. For he will be great in the sight of the Lord. He is never to take wine or other fermented drink, and he will be filled with the Holy Spirit even before he is born. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. So this is about John the Baptist. ഇത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ളതാണ്. Now in the same chapter come down to verse number 41. ഇനി ഇപ്പോൾ അതിന്റെ 41-ാമത്തെ വചനത്തിലേക്ക് എത്തിച്ചേരുക. When Elizabeth heard Mary's greeting, the baby leaped in her womb, and Elizabeth was filled with the Holy Spirit. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. So this is the third experience, being filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന്റെ മൂന്നാമത്തെ അനുഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. Same chapter verse number 67. ഇനി അതേ അധ്യായത്തിൽ തന്നെ 67-ാമത്തെ വചനത്തിലേക്ക് വന്നാലും. Now his father Zechariah was filled with the Holy Spirit and prophesied. അവന്റെ അപ്പനായ സെഖരിയാവും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പ്രവചിച്ചു. So his Zechariah was a priest. He was
filled with the Holy Spirit. സെക്കരിയാവ് ഒരു പുരോഹിതനാണ്, അദ്ദേഹവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. Acts chapter 2 verse number 4. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ All of them were filled with the Holy Spirit. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് കാണുന്നു. Acts chapter 4 verse number 8. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ Peter, filled with the Holy Spirit, said to them, rulers and leaders of the people. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ. I'm talking about infilling of the Holy ഞാൻ Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Acts chapter 4 verse number 31. ഇനി അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വചനം. After they prayed, the place where they were meeting was shaken, and they were all filled with the Holy Spirit and spoke the word of God boldly. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. Acts chapter 13 1-3 and verse number 52. ഇനി അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വചനം. And the disciples were filled with joy and with the Holy Spirit. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുമായി തീർന്നു. Hallelujah. ഹല്ലേലൂയ. So all these verses are talking about getting filled in the Holy Spirit. ഈ എല്ലാ വചനങ്ങളും നമ്മോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മ നിറഞ്ഞവരായി നാം മാറണമെന്നുള്ളതാണ്. Acts chapter 2, when the Holy Spirit came for the first time, they were all, the 120 people, they were all baptized in the Spirit. പരിശുദ്ധാത്മാവ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവൻ വന്നു കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മ സ്നാനത്തിൽ 120 പേർ ആണ് ആ സ്നാനത്തിലേക്ക് വന്നത്. Now no more waiting for the Holy Spirit, ഇനി പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ഒരു കാത്തിരിപ്പില്ല. but they kept on getting filled in the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരായി മാറുവാൻ വേണ്ടി, എക്കാലവും നിറവുള്ളവരാകുവാൻ വേണ്ടി അവരെല്ലാ കാലവും ശ്രമിച്ചു. And infilling of the Holy Spirit is a repeated action. ഓർക്കുക, പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്ന ആവർത്തന സ്വഭാവമുള്ള ഒരു പ്രവൃത്തിയാണ്. Holy Spirit baptism is only for once. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് അത് ഒരിക്കലായി മാത്രം But ഉണ്ടാകുന്നതാണ്. infilling is repeated. എന്നാൽ നിറവ് അത് ആവർത്തനമുള്ളതാണ്. On the day of Pentecost, Peter was full of the Holy Spirit. പത്രോസ് പെന്തിക്കോസ് ദിനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. But whenever they came together, they prayed for more of refilling, infilling, and each time the Holy Spirit came and started, they were full again. They were filled again, refilled again. എന്നാൽ അവരെപ്പോഴൊക്കെ ഒരുമിച്ച് കൂടി വരുമോ അപ്പോഴേക്കും പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി അവരൊരുമിച്ച് പ്രാർത്ഥിക്കുകയും അവർ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുകയും ചെയ്തു. Ephesians chapter 5 verse number 18. എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനം. Do not get drunk on wine, which leads to debauchery. Instead, be filled with the Spirit. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി. Meaning, this is a continuous process. കാരണം ഇതിന്റെ അർത്ഥം ഇത് തുടർമാനമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. Or keep on getting filled in the Holy Spirit. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. This can occur on a daily basis. ഇത് ദിനംതോറും നടക്കേണ്ട കാര്യമാണ്. Baptism of the Holy Spirit is only for once. പരിശുദ്ധാത്മാവിന്റെ സ്നാനം അത് ഒരിക്കലായി സംഭവിച്ചതാണ്. But infilling or refilling happens many times, multiple times. എന്നാൽ ഈ നിറവ് എല്ലാ ദിവസവും അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് ദിനം തോറും നടക്കേണ്ട ഒന്നാണ്. Never say, in 1967 I got the Holy Spirit. 1967 എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയതാ എന്ന് പറയരുത്. Do you have the infilling now? ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾക്കുണ്ടോ? Hallelujah. ഹല്ലേലൂയ. So that is the third supernatural experience that is to be repeated. ഈ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ പ്രവർത്തനങ്ങളിൽ ആവർത്തിക്കുന്ന ഈ പ്രവൃത്തിയാണ് മൂന്നാമത്തേത്. The fourth one is the anointing of the Holy Spirit. എന്നാൽ നാലാമത്തെ കാര്യം എന്നുള്ളത് പരിശുദ്ധാത്മ അഭിഷേകമാണ്. Anointing is actually an Old Testament term. പഴയ നിയമത്തിലെ ഒരു വാക്കാണ് അഭിഷേകം എന്നുള്ളത്. It is used in the New Testament also. അത് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. Actually, the anointed one
by the Father is Christ, Messiah. പിതാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അഭിഷിക്തനായിട്ടുള്ള മശിഹയാണ്. It is He who is anointing others. അവനാണ് മറ്റുള്ളവരെ അഭിഷേകം ചെയ്യുന്നത്. When Samuel came and poured oil on David, the Holy Spirit came upon him and he was anointed, he was full of the Holy Spirit. ശമൂവേൽ തൈലക്കൊമ്പിൽ തൈലം എടുത്തുകൊണ്ട് ദാവീദിന്റെ അടുക്കൽ വന്ന് ദാവീദിന്റെ മേൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ അഭിഷേകമുള്ളവനായി പരിശുദ്ധാത്മ ശക്തിയുള്ളവനായി അവൻ മാറ്റപ്പെട്ടു. Hallelujah. Hallelujah. When the anointing comes, you are commissioned, you are empowered, you have a mandate to do some specific duties. അഭിഷേകം കടന്നു വരുമ്പോൾ ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ, ചില പ്രത്യേക ദൗത്യം ചെയ്യുവാനായിട്ട് നിങ്ങൾ അതിനുവേണ്ടി നിയുക്തനാവുകയാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അതിനുവേണ്ടി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. Hallelujah. Hallelujah. So I will elaborate on the anointing tomorrow. ഈ അനോയിന്റിങ് അഥവാ അഭിഷേകം എന്ന് പറയുന്ന കാര്യം ഞാൻ നാളെ നിങ്ങൾക്ക് വിശദീകരിച്ചു Because നൽകാം. that term is now widely used in the Christendom. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണത്. And I believe these days God is going to anoint you also for His specific purposes. ഞാൻ വിശ്വസിക്കുന്ന ഈ ദിവസങ്ങളിൽ അവന്റെ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി അവൻ നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. Hallelujah. Hallelujah. Shall we pray together? നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Father, in Jesus' name, we pray together, Lord, that you may give your people more and more supernatural experiences. കർത്താവേ, അമാനുഷികമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുത്തുകൊണ്ട് നിന്റെ ജനത്തെ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് അങ്ങ് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. And help us, Father, to understand your ways, understand the truths in the scriptures. കർത്താവേ, ദൈവവചനത്തിലുള്ള വഴികളും ദൈവവചനത്തിലെ മാർഗങ്ങളും കർത്താവെ തിരിച്ചറിയുവാൻ ഇവർക്ക് ജ്ഞാനത്തെ കൊടുക്കണമേ. Hallelujah. Hallelujah. Father, I pray that you may heal the sick people. കർത്താവേ, ഇപ്പോൾ രോഗികളെ അങ്ങ് സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. In the name of Jesus, I release the healing power of the Holy Spirit. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ രോഗസൗഖ്യത്തിന്റെ കൃപകൾ ഇപ്പോൾ ഒഴുകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. In the name of Jesus, receive your healing. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സൗഖ്യത്തെ ഇപ്പോൾ തന്നെ Receive സ്വീകരിക്കുക. your miracles. നിങ്ങളുടെ അത്ഭുതത്തെ സ്വീകരിക്കുക. Thank you, Lord, for touching your people. കർത്താവേ, അങ്ങയുടെ ജനത്തെ അങ്ങ് തൊട്ടതിനായി നന്ദി. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ആമേൻ. Today is Friday and we have healing crusade in the evening at 7 o'clock. ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമുക്ക് ഹീലിംഗ് ക്രൂസൈഡ് ഉണ്ട്. You can come on Zoom app or you can bring in others, your friends, those who want healing from the Lord to this Zoom app. അതുമാത്രമല്ല, നിങ്ങൾക്ക് സൂം ആപ്പിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും. രോഗികളായിട്ടുള്ളവരൊക്കെ അതിലേക്ക് And കൊണ്ടുവരാൻ you can സാധിക്കും. also watch in YouTube and Facebook. നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇത് കാണുവാൻ സാധിക്കും. God bless you all. Tomorrow we are going to think about the anointing of the Holy Spirit. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ സാധിക്കും. Let us worship the Lord നമുക്ക് together. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ for you are great. You do miracles so great. There is no one else like you. There is no one else like you. There is no